കരിവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ 2 പ്രതികൾക്ക് ജാമ്യം അനുവദിച്ച ഹൈക്കോടതി ഉത്തരവിനെതിരെ ഇഡി സുപ്രീം കോടതിയിലേക്ക്. പ്രതികളുടെ ജാമ്യം റദ്ദാക്കണം, പ്രതികൾ കുറ്റം ചെയ്തെന്ന് കരുതുന്നില്ല എന്നത് ജാമ്യവിധിയിലുള്ള പരാമർശം മാത്രമെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് ഇഡി. ഇതിനിടെ ഇഡി ക്രൈംബ്രാഞ്ചിന് നൽകിയ രേഖകൾ തിരികെ നൽകാത്തതിനെതിരെ ഇഡി വിചാരണ കോടതിയെ സമീപിച്ചു. കോടതി പരാമർശം വിചാരണയെ ബാധിക്കില്ലെന്ന് ഇഡി ചൂണ്ടിക്കാട്ടുന്നു. മുമ്പും ജാമ്യവിധികളിൽ കോടതി പരാമർശങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ വിചാരണയെ ഇത്തരം പരാമർശങ്ങൾ ബാധിക്കില്ലെന്ന് സുപ്രീം കോടതിയും വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതികളായ PR അരവിന്ദാഷിന്റെയും CK ജിൽസിന്റെയും ജാമ്യ ഉത്തരവിലായിരുന്നു കോടതി പരാമർശം. വിചാരണ നീണ്ടുപോകുന്ന പശ്ചാത്തലത്തിലായിരുന്നു 2 പ്രതികൾക്ക് ജാമ്യം ലഭിച്ചത്. എറണാകുളം സബ് ജയിലിൽ 1 വർഷത്തോളമായി റിമാൻഡിലായിരുന്ന PR അരവിന്ദാഷൻ ജാമ്യം ലഭിച്ചതിനെ തുടർന്ന് ഇന്നലെ ജയിൽ മോചിതനായിരുന്നു. PR അരവിന്ദാഷിന് നേരത്തെ ഇടക്കാല ജാമ്യം ലഭിച്ചിട്ടുണ്ട്. കള്ളപ്പണക്കേസിൽ ജാമ്യം നൽകുന്നതിന് കർശന നിർദ്ദേശങ്ങൾ സുപ്രീം കോടതി മുന്നോട്ട് വച്ചിട്ടുണ്ട്. എന്നാൽ ഈ നിർദ്ദേശങ്ങളുടെ പരിധിയിൽ നിലവിൽ പ്രതികൾക്കെതിരെ ആരോപിക്കപ്പെടുന്ന പങ്കാളിത്തം വരില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ജാമ്യം. പ്രതികളുടെ ജാമ്യം റദ്ദാക്കണമെന്ന സുപ്രീം കോടതിയിലെ വാദത്തിൽ ഇഡിക്ക് വേണ്ടി സോളിസിറ്റർ ജനറലോ അഡീഷണൽ സോളിസിറ്റർ ജനറലോ ഹാജരാകും. ഇതിനിടെ കേസന്വേഷണത്തിന്റെ ഭാഗമായി ക്രൈംബ്രാഞ്ചിന് ഇഡി കൈമാറിയ രേഖകൾ തിരികെ കിട്ടാൻ ഇഡി വിചാരണ കോടതിയെ സമീപിച്ചു. വായ്പാ രേഖകൾ ഉൾപ്പെടെയാണ് ക്രൈംബ്രാഞ്ചിന്റെ കൈവശമുള്ളത്. 2 മാസത്തിനകം തിരികെ നൽകാമെന്ന് പറഞ്ഞ രേഖകൾ ഇതുവരെ കൈമാറിയിട്ടില്ല. രേഖകൾ കൈമാറണമെന്ന ആവശ്യം ഇഡി തള്ളിയതിനെ തുടർന്ന് ഹൈക്കോടതിയെ സമീപിച്ചാണ് 160ഓളം രേഖകൾ ക്രൈംബ്രാഞ്ച് കൊണ്ടുപോയത്. ജനം, കൊച്ചി.